ഇതാണ് ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ, രാഷ്ട്രീയ സ്മാരക്. നിങ്ങൾക്ക് ആൻഡമാനിൽ വന്നാൽ നിങ്ങൾക്ക് സെല്ലുലാർ ജയിൽ വിസിറ്റ് ചെയ്യാം. രാത്രി സമയത്താണെങ്കിൽ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് പറയുന്നൊരു ഷോ ഉണ്ട്. അതിൻ്റെ ചെയറുകളാണ് ഇവിടെ കാണുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ എന്താ പറയുന്നത്, കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു 3-4 മാസം കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഈ ഷോ ഇവിടെ രാത്രി വന്നിരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സമയമല്ല, വൈകിട്ട് ഇരുട്ട് സമയത്ത് കാണുന്നൊരു ഷോയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ഇതാണ് നമ്മുടെ ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ. സെല്ലുലാർ ജയിൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സെല്ലുലാർ ഇപ്പോഴും നോക്ക്, ജയിലിന് ഒരു മാറ്റവും ഇല്ല. വല്ല മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഇച്ചിരി ചെയ്യുന്നതല്ലാതെ നമുക്കിനി അകത്ത്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹായ്. Please maintain silence and discipline as a matter of respect to freedom fighters. ആൻഡമാനിലെ കാലാപാനി ജയിലിലൂടെ ഉള്ള ഒരു യാത്രയാണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നില്ലേ സെല്ലുലാർ ജയിൽ, ഇതിൻ്റെ 7 ശാഖകളുണ്ടായിരുന്നു കേട്ടോ. 7 ശാഖകളിൽ ഇപ്പം 3 ഉള്ളൂ. ബാക്കിയൊക്കെ മെഡിക്കൽ കോളേജും ഇവിടുത്തെ ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ഉള്ള ഇതിനായിട്ടെടുത്ത് നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം. ഒരു പ്ലെയിൻ പോകുന്നു. സെല്ലുലാർ ജയിൽ കാണാൻ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്, വിസിറ്റേഴ്സ്. 1986 ഇതിൻ്റെ പണി തുടങ്ങിയത്. സെല്ലുലാർ ജയിലിൻ്റെ 96 ആയപ്പോഴത്തേക്കും, അതായത് 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഈ വലിയ ജയിലിൻ്റെ പണി തീർന്നത്. അത് ചെയ്യിച്ചതെല്ലാം ഇവിടെ കിടന്ന പാവപ്പെട്ട എന്താ പറയുന്നത്, ജയിൽ പുള്ളികളെ കൊണ്ട് തന്നെ ആയിരുന്നു. കുറ്റം ചെയ്തോ ചെയ്തില്ല, പക്ഷെ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻറ്റ് എത്ര വലുതായിരുന്നെന്ന് അറിയാമോ? ഇതാണ് ജയിൽ ഓരോരുത്തരുടെയും. കണ്ടോ, ഇതിൻ്റെ ലോക്ക് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിനകത്ത് കണ്ട ഇവിടുന്ന് ഒരാൾ രക്ഷപ്പെട്ട് പോരുതെന്ന് വെച്ചിട്ട് കണ്ട ലോക്ക് സിസ്റ്റം പോലത്തെ ഇവിടുന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയിൽ നിന്ന്, അതായത് ഇവിടുന്നാണ് പോയിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് പൂക്ക് ഇങ്ങനെ പോകും. അതായത് വെളിയിൽ നിന്ന് ഒരാൾ വരുന്നതല്ലാതെ ഏത് രീതിയിൽ ഇവർക്ക് ഇവിടുന്ന് പുറത്ത് പോകാൻ പറ്റത്തില്ല. നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം. കണ്ട ജയിലിനകത്തോട്ട് ഞാനൊന്ന് കയറുകയാണ്. കണ്ട അകത്തോട്ടൊക്കെ ഇരുട്ടാണ്. ഈ ഒരു റൂമിനകത്തെന്ന് പറയുന്നത് അവർക്ക് മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാൻ പോലും അവർക്ക് ഒരു സ്പേസ് ഇല്ലാത്ത സ്ഥലമാണ്. അവർക്ക് നമ്മൾ കേട്ടിട്ടുള്ളത് ഇവർക്ക് ഫുഡ് കൊടുക്കും. വളരെ ന്യൂട്രീഷനൊന്നും ആയിട്ടുള്ള ഫുഡല്ല, കഞ്ഞി കണക്കുള്ള എന്തെങ്കിലും ഐറ്റങ്ങളോ ചപ്പാത്തി ആയിരിക്കും കൊടുക്കുന്നത്. ആ പാത്രത്തിൽ തന്നെ ആണ് ഇവരെല്ലാം വിസർജനങ്ങൾ വരെ ചെയ്ത് വെക്കേണ്ടത്. അടുത്തതിന് ശേഷം ഇവർക്ക് ഒരു രീതിയിലും രക്ഷപ്പെട്ട് പോകാൻ പറ്റത്തില്ല. ദീപജ്യോതി എന്ന് പറയത്തില്ലേ, അതാണ് ഇവിടുത്തെ സ്വതന്ത്ര ജ്യോതി എരിയുകയാണ്. 365 ദിവസം 24 hours ഡെയിലി, ഇതിനൊരു മാറ്റവുമില്ല. ദീപജ്യോതി, സ്വതന്ത്രതാ ജ്യോതി എരിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടിയില്ലേ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവത്യാഗം ചെയ്തു. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്മരണം. Can you see?
പീപ്പൽക്ക വലിയൊരു പേടുണ്ട്, പീപ്പൽ പേട്, ആൽമരം ഇല്ലേ വേണ്ട. ഹർ ഹർ തിരങ്ക. നമുക്ക് കുറച്ച് മേലോട്ടൊന്ന് കയറി നോക്കാം.